ദരിദ്ര ചിന്താഗതി അഥവാ സ്കേർസിറ്റി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് കേവലം ദരിദ്രമായ ഒരു അവസ്ഥയല്ല, അത് വിഭവങ്ങൾ കുറവാണെന്ന് തെറ്റായ നിഗമനമാണ് എന്നാണ് കണക്ക്. സമ്പന്ന ചിന്താഗതി അഥവാ അബൻഡൻസ് മൈൻഡ് സെറ്റ് ഉള്ളവർ വരുമാനം വർദ്ധിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നമ്മൾ വളരെ സത്യസന്ധമായ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ എടുക്കുന്ന പകുതിയിലേറെ തീരുമാനങ്ങളും യഥാർത്ഥത്തിൽ വൈകാരികമായിട്ടാണോ അതോ കൃത്യമായിട്ടുള്ള ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണോ നമ്മൾ എടുക്കുന്നത്? പലർക്കും നമ്മൾക്കറിയാം, പലരും വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, എന്നിട്ടും പരാജയപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? അവർക്ക് ബിസിനസ് അറിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ബിസിനസ് ഒക്കെ അവർക്ക് അറിയാം, കാലങ്ങളായി ബിസിനസ് ചെയ്തിട്ടുമുണ്ട് പലപ്പോഴും. പക്ഷെ പല ബിസിനസ്സുകളും കുറേ വർഷങ്ങളായി ചെയ്തിട്ട് പോലും, അത്രയും അനുഭവ സമ്പത്ത് ഉണ്ടായിട്ട് പോലും പരാജയപ്പെട്ടു പോകുന്നുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാല്, നമ്മള് പണത്തെയും അതുപോലെ റിസ്കിനെയും കൈകാര്യം ചെയ്യേണ്ട രീതിയെ കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു ധാരണ ഇല്ലാതെ ആയി പോകുന്നു എന്നുള്ളതാണ് പലരുടെയും പരാജയ കാരണമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ സാധാരണ പറയാറുണ്ട് ദരിദ്ര മെന്റാലിറ്റി, സ്കാർസിറ്റി മൈൻഡ് സെറ്റ് ആൻഡ് റിച്ച് മൈൻഡ് സെറ്റ്. ഈ രണ്ട് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വെറും സങ്കല്പമായ ഒരു കാര്യമല്ല. അത് നമ്മുടെ ഒരാളുടെയും തലച്ചോറിന്റെ വിവരങ്ങളെ എങ്ങനെ വിശകലനം ചെയ്യാൻ സാധിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ എല്ലാവർക്കും വിവരങ്ങളുണ്ട്, എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും അറിവുകളുണ്ട്. പക്ഷെ ഈ അറിവിനെ എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ പറ്റി കൃത്യമായ ധാരണയില്ലാതെ പോകുമ്പോഴാണ്, അല്ലെങ്കിൽ കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് പലരും പരാജയപ്പെട്ടു പോയിട്ടില്ല, അല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല, ബാങ്ക് അക്കൗണ്ടിലെ തുക വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പ്രായോഗിക ബിസിനസ് സൈക്കോളജി മാറ്റത്തെ കുറിച്ചാണ്. അതായത് നമ്മൾ ഈ സെഷൻ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബിസിനസ് ഗ്രാഫ് ഉയർത്താൻ ആവശ്യമല്ലേ, അങ്ങനെയാണല്ലോ, അതാണല്ലോ നമുക്ക് എല്ലാവർക്കും ആവശ്യമായ 3 കൃത്യമായ സ്ട്രാറ്റജികളെയാണ് ഇന്നിപ്പോ പറയാൻ പോകുന്നത്. നോക്കൂ, ഇത് നിങ്ങൾ അപ്ലൈ ചെയ്താൽ നോക്കുക, എത്രത്തോളം നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും എന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇത് ഞാനായിട്ടുണ്ടാക്കിയ സ്ട്രാറ്റജികളല്ല, ലോക ബിസിനസ് നിയമങ്ങളിൽ പെട്ടതാണ്. വളരെ ലളിതമായിട്ട് തന്നെ പറഞ്ഞു പോകാം. ഒന്ന് നോക്കൂ, ബിസിനസ്സിലെ പരാജയങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നത് ആ റിസ്കിനെ കുറിച്ചുള്ള തെറ്റായ ധാരണകളിൽ നിന്നാണ് എന്നാണ് മനസ്സിലാവുന്നത്. നമ്മൾ മിക്കവരും ഭാഗ്യ പരീക്ഷണത്തെ ബിസിനസ് എന്ന് തെറ്റിദ്ധരിച്ചു പോകുന്നു. യഥാർത്ഥത്തിൽ ബിസിനസ് എന്നത് കണക്കുകൾ കൂട്ടിയുള്ള റിസ്ക് എടുക്കലിനെയാണ് പറയുന്നത്. അല്ലാതെ ഇത് ഡെയിലി ഇങ്ങനെ നടന്നു പോകുന്ന വിക്കൽ വാങ്ങൽ പ്രക്രിയക്ക് മാത്രമല്ല ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തിനാണ് ഞാൻ ഈ പണം നിക്ഷേപിച്ചത് എന്നും, എന്റെ പുസ്തകത്തിൽ മാസ്റ്ററിങ് ഒരു ബിസിനസ്സിൽ ആദ്യം തന്നെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ ബിസിനസ് ചെയ്യുന്നത്? അത് കൃത്യമായ ഒരു ഉത്തരം നമുക്ക് ഉണ്ടാവണം. അപ്പൊ നമ്മൾക്ക് ലാഭം കിട്ടും എന്ന് മാത്രമുള്ള, അല്ലെങ്കിൽ കൃത്യമായ ബോധമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങളുടെ തലച്ചോറ് അല്ലെങ്കിൽ നിങ്ങളുടെ അത് തകർച്ചയിലേക്ക് തന്നെ സംഭവിക്കും. അതായത് ഇത് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും എന്നുള്ളത് ഒരു ബിസിനസ്സുകാരന്റെ ആദ്യത്തെ ചോദ്യമാണ്. അങ്ങനെ മാത്രമേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ തിരിച്ചറിവാണ് നമ്മളെ ഒരു പ്രൊഫഷണൽ ബിസിനസ്സുകാരനാക്കി മാറ്റുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ബിസിനസ് ഫ്രണ്ട്സുകളൊക്കെ ഒരു ലാൻഡിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അയാൾ ആദ്യം നോക്കൊക്കെ, ഞാനിത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എനിക്ക് എന്ത് കിട്ടും? ഇത് ബിസിനസിന്റെ ഫണ്ടമെന്റൽ നിയമമാണ്. അപ്പൊ അത് ഫണ്ടമെന്റൽ എന്ന് വെച്ചാൽ മനുഷ്യന്റെ മനഃശാസ്ത്രപരമായ വശങ്ങളിൽപ്പെട്ടതാണ്. എപ്പോഴും അവൻ കൃത്യമായ ഒരു ലക്ഷ്യത്തിലേക്കാണ് നടക്കുന്നതെങ്കിൽ അത് എന്തായിരിക്കണം എൻഡ് എന്ന് നമ്മൾ ഇപ്പൊ മനസ്സിലാക്കണം. ഇവിടെ ഞാൻ 1 മില്യൺ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര മാസം കഴിഞ്ഞ് അത് 1.6 മില്യൺ ആക്കും, അല്ലെ 1 മില്യൺ 1.2 മില്യൺ ആക്കി എനിക്ക് കിട്ടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ നമ്മൾ പലപ്പോഴും ഈ പ്രവാസ ലോകത്തായി കഴിഞ്ഞാലോ നാട്ടിലായാലോ ബിസിനസ് ചെയ്യുമ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്, ചെറിയ ലാഭത്തിന് വേണ്ടി വലിയ അവസരങ്ങൾ വേണ്ടെന്ന് വെക്കുന്നവരാണ് പലരും. 1 ലക്ഷം രൂപയുടെ ലാഭം നോക്കി നിൽക്കുമ്പോൾ
10 ലക്ഷം രൂപയുടെ നഷ്ടം നമ്മൾ അറിയാതെ സംഭവിക്കുന്നുണ്ടാവും. ഇത് നിങ്ങൾക്ക് അനുഭവമുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ ബിസിനസ് എന്ന് പറയുന്നത് ഇന്നത്തെ ലാഭത്തിന് വേണ്ടിയുള്ള കച്ചവടമല്ല, മറിച്ച് നാളത്തെ വിപണിയെ പിടിക്കാനുള്ള സ്ട്രാറ്റജിയാണ് ഉണ്ടാക്കേണ്ടത്. അതാണ് വാല്യൂ ക്രിയേഷൻ എന്ന് സാധാരണ മറ്റു ഇതിൽ നമ്മൾ പറയും. അപ്പൊ നമ്മുടെ ചിന്തകൾ ദീർഘലക്ഷ്യത്തിലേക്ക് മാറ്റിയാൽ മാത്രമേ നമുക്ക് സാമ്പത്തികമായി ഒരു വലിയ കുതിച്ചുചാട്ടം നടത്താൻ സാധിക്കൂ. ഇവിടെ കയ്യിലുള്ള പണം പോകുമെന്ന പേടിയിലാണ് ബിസിനസ്സിലെ നിക്ഷേപങ്ങൾ നടത്താൻ നമ്മൾ ശ്രമിക്കാറുള്ളത് എന്നുള്ളതാണ്. പക്ഷെ അതിന് പകരം ആ കയ്യിലുള്ള പണത്തെ എനിക്ക് എങ്ങനെ ഇരട്ടിപ്പിക്കാം എന്ന തീരുമാനത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇതിന് മീനിങ് ഒക്കെ മാറും. ഉദാഹരണത്തിന് ഒരു മിഷൻ വാങ്ങാനോ നല്ലൊരു ജീവനക്കാരനെ നിയമിക്കാനോ നിങ്ങൾ മടിക്കുന്നതിന്റെ യഥാർത്ഥ കാരണം എനിക്ക് അതുകൊണ്ട് സാമ്പത്തിക നഷ്ടം സംഭവിച്ചു പോകുമോ എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ആ ബിസിനസിന്റെ വളർച്ചയെ അത് മുട്ടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നല്ലത് കൊയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ പേടിയോടുകൂടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവസാനം റിസൾട്ടും പേടി തന്നെ ആയി പോകും, പേടിച്ച് തന്നെ സംഭവിക്കും. അപ്പൊ പണം നഷ്ടപ്പെടുന്നുള്ള പേടി നമ്മളെ സുരക്ഷിതമായ ഒരു ചെറിയ വട്ടത്തിനകത്ത് നിർത്തും. ഈ പേടിയാണ് പല ചെറുകിട ബിസിനസ്സുകളെയും വലിയ ബ്രാൻഡുകളായി മാറാൻ അനുവദിക്കാത്തത് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അനുഭവമുള്ള കാര്യമാണ്. നിങ്ങളിപ്പോ ഒരു 10 വർഷം മുമ്പ് ഇപ്പൊ ഒന്ന് ആലോചിക്കുന്നുണ്ടാവും, 10 വർഷം മുമ്പ് ഞാനത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എവിടെയായിരുന്നു. ഞാൻ ഇതേ ഒരു കാര്യം എന്റെ അനുഭവം പറയാം. ഞാൻ 2006-ലും 2008-ലും ഒക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു, ഇനിയുള്ള ഭാവി ഓൺലൈൻ ബിസിനസ്സിലാണ്, ഇ കൊമേഴ്സിലാണ്, ഇനിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എങ്ങനെയെങ്കിലും അത് തുടങ്ങണം എന്ന് നിരന്തരം ആലോചിച്ച് തന്നു. പക്ഷെ എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നത് സത്യമാണ്. ഇന്ന് ഞാൻ റിഗ്രറ്റ് ചെയ്യണം, അന്ന് ഞാൻ എന്റെ ബിസിനസിനെ ഓൺലൈൻ ആക്കിയിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നത് അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അന്ന് ഞാൻ എന്റെ ബിസിനസിനെ ഓൺലൈൻ ആക്കിയിരുന്നെങ്കിൽ എന്റെ ആ പ്രൊഡക്റ്റുകളെല്ലാം ഇന്ന് മാർക്കറ്റിൽ ട്രെൻഡി ആയിട്ട് ഓൺലൈനിൽ കൊടുക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ അവിടെ പരാജയത്തിന് പേടിയല്ല, ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ ആൾക്കാരെ നിയമിക്കാനുള്ള പേടിയായിരുന്നു എനിക്കുണ്ടായത്. അപ്പോൾ പരാജയപ്പെടുമെന്നുള്ള പേടി കൊണ്ട് നമ്മൾ എടുക്കാത്ത ഓരോ തീരുമാനവും നമ്മുടെ ബിസിനസിന്റെ മരണ വാറണ്ടാണ് എന്നാണ് പറയുക. അപ്പോ ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് കടക്കാം. ദരിദ്ര ചിന്താഗതി അഥവാ സ്കേർസിറ്റി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് കേവലം ദരിദ്രമായ ഒരു അവസ്ഥയല്ല, അത് വിഭവങ്ങൾ കുറവാണെന്ന് തെറ്റായ നിഗമനമാണ് എന്നാണ് കണക്ക്. ഇത്തരം ആൾക്കാര് എപ്പോഴും ചിലവ് കുറക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ സമ്പന്ന ചിന്താഗതി അഥവാ അബൻഡൻസ് മൈൻഡ് സെറ്റ് ഉള്ളവർ വരുമാനം വർദ്ധിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഒരു സ്ഥാപനം നഷ്ടത്തിലാകുമ്പോൾ ദരിദ്ര ചിന്താഗതിയുള്ളവർ ആദ്യം ചെയ്യുന്ന ജീവനക്കാരെ പിരിച്ചുവിടുകയോ പരസ്യം നിർത്തുകയാണ് ചെയ്യുക. എന്നാൽ സമ്പന്ന ചിന്തയുള്ളവർ നോക്കുന്നത് പുതിയ കസ്റ്റമേഴ്സിനെ എങ്ങനെ കണ്ടെത്താം, പുതിയ സർവീസ് എങ്ങനെ മെച്ചപ്പെടുത്താം, പുതിയ ആഡുകൾ എങ്ങനെ കൊടുക്കാം എന്നതിനെ പറ്റി അവൻ ചിന്തിക്കുന്നത്. ഇത് സൈക്കോളജി പറഞ്ഞാൽ, ഒരാൾ റിവാർഡ്സിനെ ഫോക്കസ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ നഷ്ടത്തിനെ ഫോക്കസ് ചെയ്യുന്നു. ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭാഗ്യ പരീക്ഷണവും ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക. ലോട്ടറി അടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് പോലെയല്ല ബിസിനസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. മാർക്കറ്റിനെ പഠിക്കാതെയും കസ്റ്റമറുടെ ആവശ്യം മനസ്സിലാക്കാതെയും പണം ഇറക്കുന്നത് വെറും ചൂതാട്ടമാണ്. അപ്പൊ ബിസിനസ് ശരിക്കും കൃത്യമായി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി, ബിസിനസ് മാസ്റ്റർ ഒരിക്കലും ഭാഗ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളെന്നല്ലെന്നും അദ്ദേഹം അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഡാറ്റയും മാർക്കറ്റും ട്രെൻഡും നോക്കി കൃത്യമായ പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോവുക എന്നതാണ് ഇതിനുള്ള ഏകമായ പോംവഴി. അന്ധമായ റിസ്ക് എടുക്കുന്നതല്ല, മറിച്ച് റിസ്കിനെ മാനേജ് ചെയ്യുന്നതാണ് യഥാർത്ഥ ബിസിനസ്. ഇതൊന്ന് നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോ ബിസിനസ്സിലെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റമാണ്. അതായത് നമുക്ക് വളരെ കൃത്യമായി ലിമിറ്റിംഗ് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റം ഉണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നമുക്ക് അടുത്ത ഒരു സെഷൻ സംസാരിക്കാം. അപ്പോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവുക. നിങ്ങൾ യഥാർത്ഥ ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, ബിസിനസിനെ പഠിക്കുക, സ്ട്രാറ്റജി തയ്യാറാക്കുക.
ഡാറ്റയുടെ അനുഭവത്തിൽ മാത്രം ബിസിനസ് ചെയ്യുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ദിനേഷ് മുങ്ങത്ത് സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്.